നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇത്തവണ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സിറ്റിംഗ് എം പിമാരോടും ഇല്ലാത്ത അത്രയും ദേഷ്യമാണ് പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുന്ന ആൻറ്റോ ആൻ്റണിയോട്. ആൻറ്റോ ആൻ്റണി വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, ആർക്കും ഒരു ശല്യവും ചെയ്യുന്ന ആളല്ല. പക്ഷേ ആൻറ്റോ ആൻ്റണി ഒരു പ്രാവശ്യം കൂടി എം പിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ജില്ലയിലെ അല്ലെങ്കിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. എന്തുകൊണ്ട് ആൻറ്റോ ആൻ്റണി ജയിക്കരുത് എന്ന് ജനം ആഗ്രഹിക്കുന്നതിൻ്റെ ഉത്തരം ഇനി പറയാം. 2009 മുതൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് ആൻറ്റോ ആൻ്റണി. 15 വർഷം പൂർത്തിയാക്കി വീണ്ടും ജനവിധി തേടാനിറങ്ങുന്ന അവസരത്തിൽ ഈ കാലയളവിൽ പത്തനംതിട്ടയ്ക്ക് വേണ്ടി എടുത്തു കാണിക്കാവുന്ന ഒരു വികസന പ്രവർത്തനവും നടപ്പാക്കാതെ പ്രതീക്ഷകൾ മാത്രം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന കാഴ്ചയാണ് എം പി തുടർന്നു പോരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധേയമായ ഏതെങ്കിലും പദ്ധതി ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ എം പിക്ക് സാധിച്ചിട്ടില്ല. 1997-98 പ്രഖ്യാപിച്ച അങ്കമാലി എരുമേലി ശബരി റെയിൽപാത 25 വർഷമായിട്ടും കടലാസിൽ ഇഴഞ്ഞു നീങ്ങുന്നു. നാടിന്റെ വികസനത്തിൽ മുതൽക്കൂട്ടാക്കേണ്ട ഈ പദ്ധതിക്ക് വേണ്ടി ഒരു ശ്രമവും എം പി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയതായി തോന്നുന്നില്ല. ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വികസന മുരടിപ്പിന്റെ നേർസാക്ഷ്യമാണ്. പ്രവാസികൾ ഏറെയുള്ള ജില്ലയാണ് പത്തനംതിട്ട. പൂർണ്ണസജ്ജമായ പാസ്പോർട്ട് സേവാ കേന്ദ്രമാക്കുമെന്ന എം പിയുടെ പ്രഖ്യാപനം ജലരേഖയായി മാറി. കാർഷിക മേഖലയിലെയും റബ്ബർ കർഷകരുടെയും കാര്യത്തിൽ പാർലമെന്റിൽ ഇടപെടൽ നടത്തുന്നതിൽ തികഞ്ഞ പരാജയമായിരുന്നു പത്തനംതിട്ട എം പി. പത്തനംതിട്ട അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എങ്ങുമെത്താത്ത നിലയിലാണ്. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിലും ആംബുലൻസ് നൽകുന്നതിലും മാത്രമായി ചുരുങ്ങി എം പിയുടെ പ്രവർത്തനം. ചുരുക്കത്തിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ അനാഥമാക്കിയ ജനപ്രതിനിധിയാണ് ആൻറ്റോ ആൻ്റണി എന്ന് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നതല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എം പി എന്ന നിലയിൽ ആൻ്റോയ്ക്ക് സാധിച്ചിട്ടില്ല. റബ്ബർ കർഷകർ ഏറെയുള്ള ജില്ലയാണ് പത്തനംതിട്ട. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്ന കാര്യത്തിലും വന്യജീവി ആക്രമണത്തിൽ കർഷകരുടെ വിളനഷ്ടം സംഭവിക്കുന്ന കാര്യത്തിലും എം പി കാര്യമായി ഒന്നും പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല. ഇത്തരത്തിൽ സംസാരശേഷിയില്ലാത്ത ഒരു എം പിയെ വീണ്ടും തെരഞ്ഞെടുക്കണോ എന്ന് ചിന്തിക്കേണ്ടത് വോട്ടർമാരാണ്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.